Welcome to ISS Academy. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് പ്ലാൻ. അപ്പോൾ പ്ലാനിങ്ങിന്റെ ഭാഗത്ത് നിന്ന് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് 5 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ഗുഡ് പ്ലാൻ എങ്ങനെ ഇരിക്കും, അല്ല ഒരു ഗുഡ് പ്ലാന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് പറയുന്നു പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഒരു ഗുഡ് പ്ലാൻ എങ്ങനെയായിരിക്കും? ഷുഡ് ബി സിമ്പിൾ ആയിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരിക്കണം. A good plan has to be simple so that it is easily understandable. അതായത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാത്തൊരു സിമ്പിൾ ആയിരിക്കണം ഒരു നല്ല പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ്. A good plan is developed to attain predetermined objective of any organization. അതായത് ഒരു നല്ലൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന്റെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. അതായത് എവറി പ്ലാൻ ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്. എല്ലാ പ്ലാനിനും എന്തുണ്ടായിരിക്കണം? അതിൻ്റെതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ ഒരു നല്ല പ്ലാനിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അടുത്ത പോയിന്റ് എന്താണ്? ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാൻസ് ആർ ഓൾവേസ് ഡെവലപ്ഡ് ഫോർ അക്കംപ്ലിഷിംഗ് certain task in the future. അപ്പോൾ ഏതൊരു പ്ലാൻ ആയാലും ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഫ്യൂച്ചറിലത്തെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുക ഫോർ ഫ്യൂച്ചർ. അതായത് ഭാവിയിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? മുൻകൂട്ടി തീരുമാനിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലാനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറിൽ ഏതും വരും? ആ പ്ലാനിങ് എന്താണെന്നുള്ളത് ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നുള്ളൊരു പോയിന്റും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത് പറയുന്നത് ടൈം ബൗണ്ട് ആണ്. A good plan should allocate a specific time for each activity in a plan. അതുപോലെ ഒരു നല്ലൊരു പ്ലാൻ ആണെങ്കിൽ ആ പ്ലാനിനകത്തുള്ള ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും? ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഫ്യൂച്ചറിലുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, ബട്ട് ആ പ്ലാനിനകത്ത് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊരു ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത് പറയുന്നു ഫ്ലെക്സിബിൾ. ഒരു പ്ലാന്, ഒരു ഗുഡ് പ്ലാൻ എങ്ങനെയായിരിക്കണം? ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലെ? ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഫ്ലെക്സിബിൾ അല്ല എങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പ്ലാന് പ്രിപ്പയർ ചെയ്തു, അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരുന്നു, നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു, ആ മാറ്റം ഉൾക്കൊള്ളുന്ന തരത്തിൽ തന്നെ ആയിരിക്കണം ഒരു പ്ലാൻ എന്ത് ചെയ്യേണ്ടത്? ഫോം ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ പ്ലാൻ അവിടെ വെച്ച് എന്താവും? ഡ്രോപ്പ് ഔട്ട് ആവും. കാരണം നമ്മൾ ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? സംഭവിക്കാം അല്ലെ? നമുക്ക് ചുറ്റുപാട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ ആ ഒരു ചേഞ്ചസ് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കണം എ ഗുഡ് പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് എഫിഷ്യന്റ്. എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്കണോമിക്കലി വയബിൾ ആയിരിക്കണം. ഒരു പ്ലാന് നമ്മൾ പ്രിപ്പയർ ചെയ്തു, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആ പ്ലാൻ ഓർഗനൈസേഷനിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതായത് ലോ കോസ്റ്റ് ആയിരിക്കണം അല്ലെ? നമ്മുടെ ആ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട റിസോഴ്സസ് നമുക്ക് ഒപ്റ്റിമം ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാക്സിമം റിട്ടേൺ കിട്ടുന്ന രീതിയിലായിരിക്കണം പ്ലാൻ നടപ്പിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയും പ്ലാൻ എന്തായിരിക്കണം? എഫിഷ്യന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പ്ലാനിന്റെ ഒരു ഗുഡ് പ്ലാന്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഷുവർ ആയിട്ടും പഠിച്ചിട്ട് പോവുക. അടുത്ത് നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻ ആണ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഓർഗനൈസേഷന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഓർഗനൈസേഷൻ, ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അത് 2 മാർക്സിന് ചോദിക്കുക. വാട്ട് യു മീൻ ബൈ ഫോർമൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് ചോദിക്കാം. അപ്പൊ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഫോം ചെയ്യുന്നത് അല്ലെ? അതിന് വ്യക്തമായിട്ടുള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, സെപ്പറേഷൻ ഉണ്ടായിരിക്കും, ഒരു അതോറിറ്റി, ഓർഡർ, അങ്ങനെ കാര്യങ്ങളൊക്കെയുള്ള വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫോർമൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. 5 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കത് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ ഈസ് പ്ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ്. കറക്റ്റ് അല്ലേ? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ വെരി പ്ലാൻഡ് ആണ്. അത് മാത്രമല്ല അത് ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാൻഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ് വിത്ത് എയിം ഓഫ് അച്ചീവിംഗ് പ്രീ ഡിറ്റർമിൻഡ് ഗോൾസ് ഓഫ് ദ ഫോം. ഇത് എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമ്മുടെ ഫേമിന്റെ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമൽ ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ,
അടുത്ത് പറയുന്നു ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ടു പൊസിഷൻസ് ആൻഡ് നോട്ട് ടു ഇൻഡിവിജ്വൽസ്. ഈ ഫോർമൽ ഓർഗനൈസേഷൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് പൊസിഷൻസിനാണ്, ആർക്കല്ല? ഇൻഡിവിജ്വൽസിനല്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാലേ, ഇപ്പൊ ഒരു മാനേജർ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ മാനേജർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ, ആ പൊസിഷൻ അവരെന്താണോ പറയുന്നത് അത് എന്ത് ചെയ്യണം, നമ്മൾ എംപ്ലോയീസ് അത് ഒബേ ചെയ്യണം, അനുസരിക്കണം. അത് ഫോർമൽ ഓർഗനൈസേഷന്റെ ഒരു ഫീച്ചർ ആണ്. ബട്ട് ഇൻഫോർമലിൽ വരുമ്പോഴത്തേക്കും ആ നമ്മുടെ അവിടുത്തെ ഒരു റിലേഷൻ ഒക്കെ ഒരു ഇൻഡിവിജ്വൽ ബേസിലാവും, അവിടെ അതോറിറ്റി നോക്കുന്നില്ല, പൊസിഷൻ നോക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു ഡിഫറൻസ്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനാണ്? പൊസിഷൻസിനാണ്, ഇൻഡിവിജ്വൽസിനല്ല. അടുത്ത എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫോർമൽ ഓർഗനൈസേഷൻ എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സുപ്പീരിയർ ആൻഡ് എംപ്ലോയീസ്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അവിടെ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ബേസ് ചെയ്തിരിക്കുന്നത്. ഒരു അതോറിറ്റി ആൻഡ് അത് ചെയ്യാനുള്ള, അതോറിറ്റി പറയുന്ന കാര്യം ചെയ്യാനുള്ള ആരുടെ? എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റിയെ ബേസ് ചെയ്താണ് ഫോർമൽ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് റിട്ടൺ റൂൾസ് ദാറ്റ് ഡിസൈഡ് ദ ആക്ഷൻസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷന് വളരെ എന്താണ്, ക്ലിയർ കട്ട് ആയിട്ടുള്ള റിട്ടൺ റൂൾസ് ഉണ്ട്. ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർക്കുണ്ട്? നമ്മുടെ ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഓരോ ഇൻഡിവിജ്വൽസും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനുള്ള ആ ക്ലിയർ ആയിട്ടുള്ള റൂൾസ് ഫോർമൽ ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലിയർലി ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ അത് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഓർഗനൈസേഷൻ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സുകൾ ഈ പറഞ്ഞ ടോപ്പിക് ഒന്നും ഇതുവരെയും പഠിച്ചിട്ടില്ല എങ്കിൽ ഈ ക്ലാസ്സുകൾ കേട്ടെങ്കിലും ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ചെല്ലുമ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.